അക്കുച്ചേട്ടാ, അക്കുച്ചേട്ടാ, ശ്രേയ വിളിച്ചോണ്ട് വരൂ. അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾക്കിടയിൽ ഒരു പിണക്കവും പ്രശ്നവുമില്ല. ഫ്രണ്ട്ഷിപ്പിനിടയിൽ നടക്കുന്ന ഒരു സാധാരണ കാര്യം. അതില് നീ ഇടപെടണ്ട, ഞാൻ നോക്കിക്കോളാം. ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാം. അക്കുച്ചേട്ടാ, മതി, നിർത്ത്. അക്കുച്ചേട്ടൻ എന്നിട്ട് ദേഷ്യപ്പെടുന്നേ? പിന്നെ ദേഷ്യപ്പെടാതെ എന്ത് ചെയ്യണമെന്നാ? വന്ന് കേറുമ്പോ മുതൽ തുടങ്ങും ഓരോ ചോദ്യങ്ങളും. അക്കുച്ചേട്ടാ, ഞാൻ വേറൊന്നും ചോദിച്ചില്ലല്ലോ. ശ്രേയയുടെ കാര്യല്ലേ ചോദിച്ചോളൂ. നിനക്ക് എപ്പോഴും ഓരോ ചോദ്യങ്ങളേ ഉള്ളൂ. എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, മനുഷ്യന് സമാധാനം തരാതെ. നിനക്ക് വേറെ ഒരു പണിയുമില്ലേ? ഒരു നിമിഷം പോലും സ്വസ്ഥത തരില്ല എന്ന് വെച്ചാ? ബല വേണ്ട, ഇപ്പൊ അങ്ങോട്ട് പോണ്ട. ശ്രേയ ശ്രേയ ശ്രേയ, ഇനി മേലാൽ നീ അവളെ പറ്റി സംസാരിക്കരുത്. നിർത്തിക്കോ, അതാ നിനക്ക് നല്ലത്. രമേശേട്ടാ, ആകാശിന്റെ മുറിയിൽ നിന്ന് ഇത്ര ശബ്ദം കേട്ടിട്ട് അമ്മയൊന്നും അറിയാത്ത പോലെ ഉറങ്ങുവാണല്ലോ. ആര്? അപ്പച്ചിയോ? ദേ അങ്ങോട്ട് നോക്കി. ആകാശളിയൻ ചാരുവുമായിട്ട് ഉടക്കുണ്ടാക്കുമ്പോ അപ്പച്ചി ഉറങ്ങാനോ? എല്ലാം കേട്ട് ആസ്വദിച്ച് നിൽക്കുന്ന നിപ്പ് കണ്ടോ? അമ്മാവനോട് ഇല്ലായിരുന്നെങ്കിലേ അപ്പച്ചി പെട്രോൾ എടുത്ത് ആകാശളിയന്റെ കൈ കൊടുത്തന്നെ. നിങ്ങളാരും ഉറങ്ങിയില്ലേ? ഉണ്ടമ്മാവ, ഞങ്ങളൊരു ശബ്ദം കേട്ട് എഴുന്നേറ്റ് വന്നതാ. ഉടക്കാന്നാ തോന്നുന്നേ. നിങ്ങൾ തമ്മിൽ വഴക്കൊന്നും ഉണ്ടായിട്ടില്ലേ? ഉണ്ട് ഇല്ലേ? ഇടയ്ക്കിടയ്ക്ക്. എന്നാ പോയി കിടന്നുറങ്ങ്. പോവാമ്മാവ. അല്ല, അവിടുത്തെ വഴക്ക് അത് പിന്നെ കയ്യെ പിടിക്കാതെ. എനിക്കറിയാൻ നടക്കാൻ. നിനക്ക് നാളെ ക്ലാസ് ഒന്നുമില്ലേ? ഉണ്ടച്ചാ. എന്നാ പോയി കിടന്നൂടെ? ശ്രേയ ആലോചിച്ച് ടെൻഷനില് വെറുതെ കാക്കോത്തിയോട് ദേഷ്യപ്പെട്ടു. അവളോടൊന്ന് സോറി പറഞ്ഞേക്കാം. കാക്കുത്തി, കാക്കുത്തി,
കാരണം ഞാൻ നിന്നെ എന്തൊക്കെയോ പറഞ്ഞു. ശരിക്കും ഞാനല്ലേ നിന്നോട് സോറി പറയേണ്ടത്? സോറി കൗതി. ഞാൻ ചേട്ടനോട് സോറി പറയണ്ടേ? രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്തിട്ട് വീട്ടിൽ വന്ന് കയറുന്ന ചേട്ടനോട് ഓരോന്ന് ചോദിച്ച് വിഷമിപ്പിക്കല്ലേ ഞാൻ. എല്ലാം എന്റെ തെറ്റാക്കു ചേട്ടാ. ഏയ് അങ്ങനെയൊന്നുമില്ല കാക്കുതി. ആരും കാരണം അക്കുചേട്ടന്റെ മനസ്സ് വിഷമിക്കരുതെന്ന് കരുതിയ ഞാൻ അങ്ങനൊക്കെ പറഞ്ഞ. പക്ഷെ അതക്കുചേട്ടന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു ഞാൻ ഓർത്തില്ല. കുട്ടിക്കാലം മുതല് വീട്ടിലെ ഒരു സാധനങ്ങൾ നശിപ്പിക്കാത്ത അക്കുചേട്ടൻ ഫ്ലവർ വൈസ് എടുത്ത് ഉടക്കണമെങ്കിൽ അത്രയും ദേഷ്യം ഞാൻ കാരണം ഉണ്ടായിട്ടുണ്ട്. അതാലോചിക്കുമ്പോ സഹിക്കാൻ പറ്റുന്നല്ല അക്കുചേട്ടൻ. കാക്കുതി, ഇനി ഒരിക്കലും ഞാൻ നിന്നോട് ദേഷ്യപ്പെടില്ല. അക്കുചേട്ടന് മനസ്സ് വിഷമിപ്പിക്കുന്ന ഒന്നും ഞാനിനി ചോദിക്കില്ല. അക്കുചേട്ടന്റെ മനസ്സറിഞ്ഞ് പെരുമാറിക്കോളാം ഞാൻ. എന്റെ മനസ്സെന്താന്ന് എനിക്ക് തന്നെ അറിയില്ല കാക്കുതി. പിന്നെ നീ എങ്ങനെ മനസ്സിലാക്കാനാ?